ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാഷ്യൂ നട്ട് കൊണ്ടൊരു കുറുമ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കറി ചെയ്യുവാനായിട്ട് ആദ്യം തന്നെ കുറച്ച് കാഷ്യൂ നട്ട് ചൂട് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കണം. അടുത്തതായി കാഷ്യൂ നട്ട് കുറുമ ചെയ്യാനായി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും പൊട്ടറ്റോയും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതും എടുത്ത് വെക്കണം. അപ്പോൾ കുറുമ ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ഉടനെ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 വറ്റൽമുളക്, കറിവേപ്പില ചേർക്കാം. കടുക് പൊട്ടിയ പിറകെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പിറകെ ഉരുളക്കിഴങ്ങ്, കൊടുക്കുന്നു. ഇങ്ങനെ ഇളക്കി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കും. അടുത്തതായിട്ട് നമ്മുടെ കാഷ്യൂ നട്ട് കുറുമയിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണം. ഇങ്ങനെ ഓൾറെഡി തേങ്ങ വറുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ തേങ്ങ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. തേങ്ങ വറുത്തതിനോടൊപ്പം തന്നെ കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, കുറച്ച് കുരുമുളക് ഇതുകൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങ വറുക്കുമ്പോൾ ഒട്ടും എണ്ണ ചേർക്കാതെ വേണം വറുത്തെടുക്കാൻ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം ചേർത്തൊന്ന് വറുത്തെടുക്കുക. തേങ്ങ അധികം മൂത്ത് പോകരുത് വറുക്കുമ്പോൾ. ഇത് ഞാൻ ഓൾറെഡി വറുത്ത് വെച്ച തേങ്ങയാണ്. അതിലേക്ക് ഇത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചത് ഉണ്ടായിരുന്നു. അടപ്പ് മാറ്റിയിട്ട് ഒന്ന് നോക്കാം. വെന്ത് വരുന്നുണ്ട്. ഇളക്കി ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ചുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവി. അപ്പോൾ തേങ്ങ വറുത്തത് നല്ലപോലെ ചൂടായി, കറിവേപ്പിലയൊക്കെ ഒന്ന് നല്ലതുപോലെ മുഴുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇതൊന്ന് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഞാനൊന്ന് അരച്ചെടുക്കും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇതൊന്ന് തണുക്കട്ടെ. നമ്മുടെ ഈ തണുക്കാനായി എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടി, ഞാൻ കാശ്മീരി മുളകിൻ്റെ പൊടിയാണ് ചേർത്തത്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയുടെ പൊടി, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി വെക്കുന്നു. ഇതുകൂടെ ചേർത്ത് വേണം നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇങ്ങനെയുള്ള കറികൾ ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും തേങ്ങയൊക്കെ തീയിലുമൊക്കെ വെക്കുന്നതിന് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തേങ്ങയൊക്കെ നമ്മൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വറുത്ത് വെച്ച് നമുക്ക് ഇങ്ങനെയുള്ള കറികൾ ചെയ്യാൻ കുറച്ച് ഈസിയായി. വീണ്ടും അടുപ്പ് തുറന്ന് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, ഇത് രണ്ടും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇതിൽ ഈ കറി വെള്ളമെല്ലാം ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർന്ന് ഈ കറി ഒന്ന് കുറുകി വരും. അതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറ് നല്ലതുപോലെ കഴുകി തുടച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കും. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പോവുകയാണ്. വറുത്ത് വെച്ച തേങ്ങ മുഴുവനായി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിൽ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ മാർക്കായി കാണുന്നത്. ഇതുകൂടി ഒന്നുകൂടി ഒന്ന് അരച്ച്. ഇപ്പോൾ നമ്മുടെ കുറുമയിലെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ച തേങ്ങയില്ല അതുകൂടി ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലുള്ളതും കൂടെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പെല്ലാം പാകത്തിനാക്കി എടുക്കുകയും വേണം. മിക്സിയുടെ ജാറ് കഴുകിയതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം എല്ലാം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകട്ടെ. നമുക്ക് എത്രമാത്രം ഗ്രേവി വേണം അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ലൂസായിട്ട് വേണ്ടവർക്ക് ലൂസായിട്ട് എടുക്കാം, തിക്ക് ഗ്രേവി വേണ്ടവർക്ക് തിക്കാക്കി എടുക്കാം. ഉപ്പ് കൂടി പാകത്തിനാക്കിയാൽ മതി. ഇപ്പം എൻ്റെ കറി നല്ലതുപോലെ തിളച്ച് കുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പെല്ലാം ഞാൻ പാകത്തിനാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.